അയ്യാറിയുടെ 4-ാം ബ്ലോക്കിലെ കരിമണൽ കൂനുകളുടെ ദൃശ്യങ്ങളാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. എന്നിട്ടും ആവശ്യത്തിനുള്ള ധാതുമണൽ ഇല്ലെന്ന് പറഞ്ഞ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുന്നു. ഇത് ആരെ സഹായിക്കാൻ? കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 8 ബ്ലോക്കുകളിലാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ IREയും KMMLും ഖനനം നടത്തുന്നത്. 4 വീതം ബ്ലോക്കുകൾ ഇരു സ്ഥാപനങ്ങൾക്കുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 മാസമായി IREയുടെ പ്രവർത്തനം ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായി പറയുന്നതാവട്ടെ കരിമണൽ ലഭ്യമല്ലെന്ന ന്യായവും. എന്നാൽ IRE ഖനനം ചെയ്തെടുത്ത കരിമണലാണ് ഈ കാണുന്നത്. 1 വർഷത്തോളം പ്രവർത്തിക്കേണ്ട കരിമണൽ IREയുടെ ബ്ലോക്കുകളിലുണ്ട്. ഖനനത്തിനായി പുതിയ സ്ഥലമേറ്റെടുക്കാനുള്ള പ്രവർത്തനവും IRE നേരത്തെ തുടങ്ങിയിരുന്നു. എന്നാൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഇതും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ടി IREയിലെ ഉദ്യോഗസ്ഥർ ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസക്കാലമായി ഇവിടുത്തെ മൈനിങ് പൂർണ്ണമായും നിന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കരിമണൽ ഖനനവും അവ വേർതിരിച്ചെടുക്കുന്ന പ്രവൃത്തിയുമാണ് IREയിൽ നടക്കുന്നത്. നേരത്തെ ഇവിടെ നിന്നുള്ള ഇലിമിനേറ്റ് സ്വകാര്യ സ്ഥാപനമായ CMRLും വാങ്ങിയിരുന്നു. എന്നാൽ ലാഭത്തിലായിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. 1989 ശേഷം ഒരു നിയമനം പോലും ഇവിടെ നടന്നിട്ടില്ല. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനവും പാഴ്വാക്കായി. സ്ഥാപനത്തെ തകർക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ സ്വകാര്യ ലോബിക്ക് കൂട്ടുനിൽക്കുന്നതായും തൊഴിലാളികൾ പറയുന്നു. IRE മാനേജ്മെന്റിലെ ചിലർ സ്വകാര്യ കരിമണൽ ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായും ആരോപണമുണ്ട്. കരിമണൽ ഖനനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലോബിക്ക് വേണ്ടി ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവരുടെ നീക്കം. ക്യാമറാമാൻ സാദിഖ് പാറക്കലിനൊപ്പം PL കിരൺ, മീഡിയ 1, കൊല്ലം.